നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 വില്ലേജ് ഫീൽഡസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 167/2025 പ്രകാരമുള്ള ചോദ്യങ്ങളാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. VFA പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 1. ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെള്ളൂർ ലഹള, 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ വിഭജനം, നിസ്സഹകരണ പ്രസ്ഥാനം. ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനം. ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനം. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരല്ല? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരല്ല? പ്രസ്താവനയിൽ ജോർജ് യൂൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3, 4. അതായത് ജോർജ് യൂൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത ഇവർ എല്ലാവരും തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അംഗീകരിച്ചിട്ടുള്ളവരാണ്. ജോർജ് യൂൾ, മഹാത്മാഗാന്ധി, ആനന്ദ മോഹൻ ബോസ്, നെൽസൺ ഗുപ്ത ഇവരെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 1847 ഹർമൻ ഗുണ്ടറ്റ് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, പശ്ചിമോദയം ആൻഡ് രാജ്യസമാചാരം. പശ്ചിമോദയം, രാജ്യസമാചാരം. 1847 ഹർമൻ ഗുണ്ടറ്റ് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? പശ്ചിമോദയം, രാജ്യസമാചാരം. നെക്സ്റ്റ് വൺ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹമായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? ആൻസർ M.R. രാഘവ വാര്യർ. M.R. രാഘവ വാര്യർ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻസിൽ ബിൽഹന, വിഷ്ണു ശർമ്മ, അതുല, കൽഹണ എന്നിവരാണ്. ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ്. ബിൽഹന വിക്രമാംഗ ദേവചരിതം ആൻഡ് അതുല മൂഷകവംശ മഹാകാവ്യം. അതുല എന്നുള്ളത് എപ്പോഴും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ബിൽഹണ വിക്രമാംഗ ദേവചരിതം, അതേപോലെ തന്നെ അതുല മൂഷകവംശ മഹാകാവ്യം. അതുലൻ്റെത് മൂഷകവംശ മഹാകാവ്യം. നെക്സ്റ്റ് വൺ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നെക്സ്റ്റ് വൺ. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത്
ചെങ്കുത്തായ ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കാം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ വിസ്തൃതിയിൽ നിന്നും കൂടിയ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. മലനാടിന് ഏറ്റവും കൂടിയ വിസ്തൃതി, വാ തുറന്നിരിക്കുമ്പോൾ മലനാടിന് ഏറ്റവും കൂടുതൽ വിസ്തൃതി, ഇടനാട്, തീരപ്രദേശം. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ശരി നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് മുംബൈ എന്ന് പറയുന്നത്. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. 3 ഫാക്റ്റുകളും പഠിക്കും. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ശരി പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള പർവ്വതനിരയാണെന്ത്? സിവാലിക്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഖാരിഫ്, റാബി, സെയ്ദ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഖാരിഫ് വിള അറിയാം. ഖാരിഫ് വിള നെല്ല, ചോളം. റാബി എന്ന് പറയുമ്പോൾ ഗോതമ്പ്, ബാർലി. സെയ്ദ് വിളകൾ തണ്ണിമത്തൻ, പച്ചക്കറികൾ, പഴം പച്ചക്കറികളാണ് എപ്പോഴും സെയ്ദ് വിളകൾ. ഖാരിഫ് നെല്ല്, ചോളം. റാബി ഗോതമ്പ്, ബാർലി. സെയ്ദ് വിള തണ്ണിമത്തൻ, പച്ചക്കറികൾ. എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ISROയുടെ ആദ്യത്തെ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? തെറ്റ് പ്രസ്താവനയാണ് ഓപ്ഷൻ സി പറയുന്നത്. തെറ്റ് പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അത് 3ാമത്തെ മാത്രമാണ് തെറ്റ് പ്രസ്താവന. ഇത് രണ്ടും ശരിയാണ്. അതായത് ആദ്യത്തെ L1 സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. നെക്സ്റ്റ് വൺ. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഡോക്ടർ ഗ്രീൻ ഡാൾട്ടനാണ് ബന്ധമില്ലാത്തത്. വില്യം ഗൗഡ്, നോർമൻ ബോർലോഗ്, ഡോക്ടർ MS സ്വാമിനാഥനെല്ലാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഹരിത വിപ്ലവ ബന്ധമില്ലാത്ത ആളാണ് എപ്പോഴത്? ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൻ എന്ന് ബന്ധമില്ലാത്ത ആൾക്കാർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബന്ധമുള്ളവരുടെ നോക്കി വെക്കാം പേരുകൾ. വില്യം ഗൗഡ്, ഡോക്ടർ MS സ്വാമിനാഥൻ, നോർമൻ ബോർലോഗ്. നെക്സ്റ്റ് വൺ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ആൻസർ ധനകാര്യ മന്ത്രാലയം. ധനകാര്യ മന്ത്രാലയം. നെക്സ്റ്റ് വൺ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കിട്ടുന്നു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നു. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ,
രാസവളങ്ങളും കീടനാശിനികളും. നെക്സ്റ്റ് ചോദ്യം, നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഏതാണ്? ഡൽഹി, ന്യൂഡൽഹിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നെക്സ്റ്റ് വൺ, അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അമൃതകാലം. നെക്സ്റ്റ് വൺ, അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ, വൈദ്യുത കാർ നിർമ്മാണം. വൈദ്യുത കാർ നിർമ്മാണം. ടെസ്ല വൈദ്യുത കാർ നിർമ്മാണം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. 2ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. ഓക്കെ, 2ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അതേപടി അല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെയുള്ളത് 3, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി 26 ജനുവരി 1950. അതും 2 പ്രസ്താവനകളും തെറ്റ് പ്രസ്താവനയായിരുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റായവയാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യൻ രാഷ്ട്രത്തലവൻ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആണ്. നെക്സ്റ്റ് വൺ, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുവാനുള്ള രീതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പോൾ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. ഓക്കെ, അനുച്ഛേദം 20 അതിലേതൊക്കെ വരുന്നുണ്ട്? നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്. ഒരു നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ ശിക്ഷ കൊടുക്കരുത്. ഓക്കെ, താഴെ പറയുന്നതിൽ തെറ്റ് പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റായ വസ്തുതകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ഒന്നാമത്തെ മാത്രമാണ് തെറ്റായ പ്രസ്താവനകൾ വരുന്നത്. ബാക്കി ഇത്രയും പ്രസ്താവനകൾ ശരിയാണ് അല്ല. 44-ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം, 42-ാം ഭരണഘടനാ ഭേദഗതി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു, 42-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ 3 ഫാക്റ്റുകളും ശരി പ്രസ്താവനകളാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകൾ തെറ്റ് പ്രസ്താവന ഓപ്ഷൻ സി ആണ് തെറ്റ് പ്രസ്താവന. 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ശരി പ്രസ്താവന എന്ന് പറയുമ്പോൾ മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉമാണ്. പഞ്ചായത്തി രാജ്, നമ്മുടെ VFA സിലബസിലും പഞ്ചായത്ത് രാജ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പഞ്ചായത്ത് രാജിൻ്റെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ 2ഉം 4ഉമാണ് ശരി പ്രസ്താവനകൾ. അതായത് 1984 തുങ്കൻ കമ്മിറ്റി അല്ലേ, തുങ്കൻ എന്ന് പറയുമ്പോൾ ഈ തൂയും ഈ ഗായുമാണ് വരിക എപ്പോഴും അല്ലേ. തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പിന്നുള്ളത് പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. പഞ്ചായത്ത് രാജാണ് ചോദ്യം വന്നേക്കുന്നത്. ബന്ധപ്പെട്ട് ശരി പ്രസ്താവന ഏതൊക്കെയായിരുന്നു? 1ഉം 2ഉം 4ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന ഇതൊക്കെയാണ് ശരികൾ. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ് 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാനുള്ള ചട്ടലംഘനങ്ങൾക്ക് ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് ഏതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ബില്ലിൻ്റെ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ജൻ വിശ്വാസ് ബിൽ. ജൻ വിശ്വാസ് ബില്ലാണ്. ഓക്കെ. 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാനുള്ള ആ പുതിയ ബില്ല് ഏതായിരുന്നു? ജൻ വിശ്വാസ് ബിൽ. ജൻ വിശ്വാസ് ബില്ലാണ്. ജൻ വിശ്വാസ് ബിൽ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി വിവരങ്ങൾ ഏതെല്ലാം? സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ചാണ്. ഉത്തരം ഓപ്ഷൻ ബി ഒന്നാമത്തതാണ് ശരി പ്രസ്താവന. പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എപ്പോഴും പാർലമെൻറ്റ് അല്ലെങ്കിൽ ആരാണത്? പ്രധാനമന്ത്രിയാണ് എപ്പോഴും. പ്രധാനമന്ത്രിയാണ് എപ്പോഴും. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതി. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതി. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. മിത്ര 181. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസസൗകര്യം ഒരുക്കുവാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 3 ഫാക്റ്റുകളും ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ തണ്ണീർത്തട വികസന സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? തണ്ണീർത്തട വികസനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ എന്നുള്ളത്. ശരി പ്രസ്താവനകളാണ്. തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്ന തണ്ണീർത്തട അതോറിറ്റിയാണ്. അപ്പോൾ ഈ ഫാക്റ്റ് ശരി, ഈ ഫാക്റ്റ് ശരിയാണ്, ഇത് തെറ്റാണ്, ഇതും തെറ്റ് അല്ലേ. ശരി പ്രസ്താവന നോക്കാം. തണ്ണീർത്തട സംരക്ഷണം, അതിൻ്റെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പിന്നെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? അതാണ് കേരള ട്രൈബൽ പ്ലസ്. കേരള ട്രൈബൽ പ്ലസ് ഗോത്ര ജനതയ്ക്ക് വേണ്ടിയുള്ള 100 ദിന പരിപാടിയാണ് കേരള ട്രൈബൽ പ്ലസ്. കേരള ട്രൈബൽ പ്ലസ്.
നെക്സ്റ്റ് വൺ, സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ സഹായിക്കുന്ന കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ കൂട്ടെന്നാണ്. കൂട്ട്. നെക്സ്റ്റ്, അണുബാധയോട് ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? അണുബാധയോട് പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? ആൻസർ IgM ആണ്. IgM. അണുബാധയോട് പ്രതികരിക്കുന്ന ആൻറ്റിബോഡിയാണ് IgM. നെക്സ്റ്റ് വൺ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ബയോളജിയുടെ സെക്ഷനിൽ വരുന്ന പരിസ്ഥിതിയും ഘടകങ്ങളൊരു ഭാഗമുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ജൈവവൈവിധ്യം എന്ന് പറയുമ്പോൾ ജീവികളുടെ വൈവിധ്യത ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറയുന്നുണ്ട്. ഭൂമധ്യരേഖയിൽ താമസിക്കുന്ന ജീവജാലങ്ങളല്ല ധ്രുവപ്രദേശത്ത് കാണുക അല്ലേ. നമുക്കറിയാം ധ്രുവപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ ഹിമക്കരടി അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഹിമക്കരടി അങ്ങനെയുള്ള വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് നമ്മുടെ ഭൂമധ്യരേഖ അടുത്ത് അവിടെ ചൂടുണ്ട്, അവിടെ കാണില്ല. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് കുറയുകയാണ് ജൈവവൈവിധ്യം ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് സൂചിപ്പിക്കുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. സന്ധികളിലെ കാർട്ടിലേജുകൾ നശിക്കുന്ന പരിപാടിയാണെന്ത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇനി ഈ ഓനോത്തറ ലാമാർക്കിയാന, ഈനോത്തറ ഓട് സൈലൻ്റ് ആണ്. ഈനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മ്യൂട്ടേഷൻ സിദ്ധാന്തം. മ്യൂട്ടേഷൻ സിദ്ധാന്തം. മ്യൂട്ടേഷൻ സിദ്ധാന്തം. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, അതായത് നമ്മുടെ ജീവജാലം ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറയിൽ പെട്ടെന്നുള്ള ചേഞ്ചാണ് നമുക്കൊരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ചേഞ്ച്, ഒരു പരിണാമം എന്ന് പറയില്ലേ, ഒരു ചേഞ്ച്, എന്ന് പറയുന്ന രൂപത്തിൽ വ്യത്യാസപ്പെടുന്നത്. അതപ്പോഴും നമുക്ക് വർഷങ്ങളെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ അത് പണ്ട് കുരങ്ങന്മാരിൽ മനുഷ്യർ വന്നെന്ന് പറയുമ്പോൾ അത് വർഷങ്ങൾ കൊണ്ടാണ് സാധ്യമാക്കിയെടുക്കുക. പക്ഷേങ്കിൽ മ്യൂട്ടേഷൻ ശരിക്കും എന്താണ്? സഡൻ ചേഞ്ചാണ്, പെട്ടെന്നുള്ള ചേഞ്ച്. അതൊരു എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു രാസവസ്തുക്കൾ മുഖേനയോ എന്തെങ്കിലും ഒരു ജീൻ മുഖേനയോ സംഭവിക്കുന്നൊരു കാര്യമാണെന്ത്? ഈ മ്യൂട്ടേഷൻ സിദ്ധാന്തം. അതായത് പെട്ടെന്നുള്ള ചേഞ്ചാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈനോത്തറ ലാമാർക്കി സസ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ ആയുഷ്മാൻ ഭാരത്, PMJ. ആയുഷ്മാൻ ഭാരത് PMJ. നെക്സ്റ്റ് വൺ, അംഗീകൃത സാമൂഹ്യാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നതിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് വൺ, അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് രശ്മികളേക്കാൾ വികിരണങ്ങളേക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. ഇതിൽ യോജിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം ശരി പ്രസ്താവന. ഓക്കെ. അൾട്രാ രശ്മികൾ UV റേസിന് ഇൻഫ്രാറെഡ് റേസിനേക്കാൾ ഊർജ്ജം കൂടുതലുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. നെക്സ്റ്റ് ചോദ്യം, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം 200 കിലോവാട്ട് ആണെങ്കിൽ ആകെ ഊർജ്ജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയായിരിക്കും? 200 കിലോവാട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ആകെ എത്ര ഊർജ്ജം ഉണ്ടായിരിക്കുന്നു?
ആൻസർ ഓപ്ഷൻ എ ആണ് 72 ഇൻറ്റു 10⁻7 ജൂൾ. 72 ഇൻറ്റു 10⁻7 ജൂൾ. നെക്സ്റ്റ് 2024 സമാധാനത്തിന് നൊബേൽ പ്രൈസ് സംഘടന ഏതാണ്? സംഘടനയുടെ പേരാണ് നിഹോൺ അല്ലേ? നിഹോൺ ഹിഡാൻക്യു അറിയാവുന്നതായിരിക്കും. നെക്സ്റ്റ് ചോദ്യം, 1 ലിറ്റർ ലായനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. 1 ലിറ്റർ ലായനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, മൊളാരിറ്റി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? അത് ബോയിൽ നിയമം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബോയിൽ നിയമം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫീൻ ഒരു കാർബണിൻ്റെ അലോട്രോപ്പാണ്. ഗ്രാഫീൻ എന്നത് കാർബണിൻ്റെ അലോട്രോപ്പാണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെ നടക്കുന്നു? ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെ നടക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, 1975 ഇംഗ്ലണ്ടിലായിരുന്നു. 1975 ഇംഗ്ലണ്ടിൽ ആയിരുന്നു. നെക്സ്റ്റ് ചോദ്യം, താഴത്തെ പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ശരി പ്രസ്താവന മാത്രം നമുക്ക് വായിച്ചു നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപകലാരൂപം. ഭാരതി ശിവജി മോഹിനിയാട്ടം ബന്ധപ്പെട്ട കലാകാരി. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രസിദ്ധമായ മോഹിനിയാട്ട നർത്തകി ആയിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുനാൾ. ഓക്കെ, ലാസ്യ നൃത്തരൂപം ഭാരതി ശിവജി മോഹിനിയാട്ടിക്കാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിൻ്റെ മോഹിനിയാട്ടക്കാരിയാണ്. പിന്നെ സ്വാതിരുനാൾ മഹാരാജാവിന് മോഹിനിയാട്ടം വളരെ ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് ചോദ്യം, താഴെ പറഞ്ഞതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് അല്ലേ? ഏതാണ് ആദ്യം സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ആൻസർ പഴശ്ശി കലാപം അല്ലേ? അത് ഏകദേശം 1805 വരിക അല്ലേ? വൃക്ഷക്കലാപം 1812 വരിക. വൈക്കം 1824 വരിക അല്ലേ? 1836 ഏകദേശം 36 ക്ഷേത്രപ്രവേശനം വിളംബരം വരിക. അപ്പോൾ 1805 ആദ്യം നടക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ONV സാറിനെ പറ്റിയാണ് ശരി പ്രസ്താവനകൾ. ഏതാണ്? ഓപ്ഷൻ ബി, 1ഉം 2ഉമാണ് ശരി പ്രസ്താവന. 2025 ONV പുരസ്കാരം ലഭിച്ചത് കവി N പ്രഭാവർമ്മയ്ക്കാണ്. പിന്നെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. അറിയാം. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, കാർബൺ ന്യൂട്രൽ ദേശീയ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത്. കാർബൺ ന്യൂട്രൽ ദേശീയ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. അടുത്ത വീഡിയോ വീണ്ടും വരാം. താങ്ക് യു.